ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുസ്തകമാണ് പരിചയപ്പെടാൻ പോകുന്നത്. രജനി പാലാമ്പറമ്പിൻ്റെ ആത്മകഥയായിട്ടുള്ള ആ നെല്ലിമരം പുല്ലാണ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതൊരു ആത്മകഥയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള ആത്മകഥകൾ എന്ന് പറയുന്നത് കുറേ കൂടെ വിജയിച്ച മനുഷ്യരുടെ ആത്മകഥയാണല്ലേ. പക്ഷേ ഈ ഒരു ആത്മകഥ ഒരു ദളിത് സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള വളരെ സാധാരണമായിട്ടുള്ളൊരു ജീവിതത്തെ കുറിച്ചിട്ടുള്ള ആത്മകഥയാണ് പറയുന്നത്. നമ്മൾ മറ്റേ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ ചാഞ്ഞൊന്നു നിൽക്കുമ മരമുന്നോലൊത്തുവാൻ മോഹം എന്ന് വളരെ ഗൃഹാതുരമായി ഓർത്തെടുക്കുന്ന ഒരു സ്കൂൾ കലാലയ ജീവിതം എന്ന് പറയുന്നത് എത്ര പേർക്ക് അതൊരു യാഥാർത്ഥ്യമായിരുന്നിരിക്കണം എന്നുള്ളൊരു ആലോചന ഉണ്ട്. അപ്പോൾ ഈ ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് അത്തരമൊരു അവസ്ഥയായിരുന്നില്ല 70കളിൽ ജനിച്ച് വളർന്ന ഒരു ദളിത് സ്ത്രീയുടേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ആത്മകഥയിൽ തന്നെ അത്തരം നിരവധി അനുഭവങ്ങൾ, സ്കൂൾ ജീവിതത്തിൻ്റേതായാലും അത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിലൊന്ന്, എല്ലാ മാസവും 20-ാം തീയതി കാലികളെ സ്കൂളിനടുത്തുള്ള ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. പശുക്കളെയും കാളകളെയും പോത്തിനെയുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുണ്ട്. മാനേജ്മെൻറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് ഞങ്ങളെ ഭയങ്കര പുച്ഛമായിരുന്നു. അവർ ഞങ്ങൾ സർക്കാർ സ്കൂളിലെ പിള്ളേർ പോകുമ്പോൾ ചന്തേ ചന്തേ എന്ന് വിളിച്ച് കളിയാക്കും. പോത്തിറച്ചി അവർക്ക് ഇഷ്ടമാണെങ്കിലും പോത്ത് വിൽക്കുന്ന ചന്തക്കടുത്തുള്ള സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾ ആയ ഞങ്ങൾ അവർക്ക് ചന്തകളായിരുന്നു. ഈ വിധത്തിലുള്ളൊരു വിവേചനത്തിൻ്റേതായിട്ടുള്ള ഓർമ്മ ഈ ആത്മകഥ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കലാലയത്തെക്കുറിച്ച് പറയുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഓർത്തെടുക്കുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് മുൻബെഞ്ചിലിരിക്കുന്ന വളരെ സുന്ദരികളായ കുട്ടികളുടെ അടുത്തേക്ക് വന്ന് അവരെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ 4ാമത്തെ ബെഞ്ചിലിരിക്കുന്ന നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം 4ാമത്തെ ബെഞ്ചിലിരുന്നവരെല്ലാവരും തന്നെ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികളായിരുന്നു എന്നിങ്ങനെ അവർ ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ സി അയ്യപ്പൻ്റെ കഥയിലൊക്കെ ഇത്തരത്തിൽ പ്രണയം എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആണ്, അല്ലെങ്കിൽ അതിൽ എത്രമാത്രം ജാതിബോധം ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളും അതിന് സമാനമായിട്ടുള്ള സ്കൂൾ ജീവിതമൊക്കെ നമുക്ക് ഈ ആത്മകഥയിൽ കാണാൻ വേണ്ടി സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത് രജനിയുടെ ഒരു ആത്മകഥ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് 70കളിൽ ജീവിച്ച് വളർന്ന 90കൾ എത്തുമ്പോഴേക്കും ഒരു